സോ ഗൈസ് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലാപ്പൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. അങ്ങോട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഇവിടെ നിന്ന് പതുക്കെ നമ്മൾ വണ്ടി എടുത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ ലേറ്റായി. അതായത് ഞാൻ വളരെ ലേറ്റ്, ഞാൻ എണീക്കാനായിട്ട് വളരെയധികം വൈകി. അതാണ് മെയിൻ കാര്യം. അപ്പം ഇവിടെ നിന്ന് നമ്മൾ 4 മണിക്കൂറത്തെ യാത്രയുണ്ട്. പതുക്കെ നിർത്തിയൊക്കെ പോകണം. പിന്നെ അധികം നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം ഞാൻ നമ്മുടെ ഇക്കനെ വിളിച്ചായിരുന്നു, ഹൈദർക്കനെ വിളിച്ചായിരുന്നു. ഇക്ക പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് വഴിയാണ്. കാട് വഴി തന്നെ കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ NH കയറത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ NH കയറത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചെന്നല്ല, അധികം നിർത്താതെ ഇരിക്കണമെങ്കിൽ നല്ല, പ്രത്യേകിച്ച് ആ റൂട്ടിൽ കാട് വഴിയിൽ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ ഫുഡൊന്ന് കഴിക്കണം. എനിക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണവും കഴിക്കണം, പിന്നെ അതേപോലെ തന്നെ കുറച്ചധികം വെള്ളം കുടിക്കണം, പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം. കുറച്ചെങ്കിലും പെട്രോൾ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. എന്നാലും ഒന്ന് അടിച്ചേക്കാം, പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. കോലാപ്പൂർ അതാണ് സ്ഥലത്തിന്റെ പേര്. അങ്ങോട്ടേക്കാണ് നമ്മൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് പോകുന്നത്. പിന്നെ എനിക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും വെച്ചപ്പോൾ എൻ്റെ ബാഗിൻ്റെ അകത്തായിപ്പോയി. മറ്റേ നമ്മുടെ പെട്രോൾ അടിക്കുന്ന ഒരു കാർഡില്ലേ, അത് ബാഗിൻ്റെ അകത്തായിപ്പോയി. അതാണ് ആലോചിക്കണം. അത് പുറത്ത് വെക്കാൻ വിട്ടുപോയി, പോക്കറ്റിലെടുത്ത് വെക്കാനായിട്ട് വിട്ടുപോയി. നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ആദ്യം ഒന്ന് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് അതൊക്കെ ഇറങ്ങാം. ഫുഡ് കഴിക്കണതിൻ്റെ അവിടെ നിന്ന് ആ ബാഗ് ഒന്ന് എടുത്ത്, ബാഗ് പെകറ്റിയും വെച്ച് പോയി ഞാൻ. അപ്പം അതൊക്കെ ബാഗ് ഒന്ന് എടുത്തിട്ട് അതിന് ആ കാർഡൊന്നും എടുത്ത് പോക്കറ്റിൽ വെക്കണം. കാരണം പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണെങ്കിലും പമ്പിലടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കൊടുക്കാമല്ലോ. ബാഗിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊക്കെ വെച്ച് കെട്ടിയേക്കണുണ്ടേ. അപ്പൊ ഗോവയിൽ നമ്മൾ ഏകദേശം കുറച്ചധികം ദിവസം, സത്യമായിട്ട് അധികം ദിവസം നിന്നു. അത് നിൽക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്റ്റേ അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു. 300 രൂപയായിരുന്നു പെർ ഡേ. 300 രൂപ ഭയങ്കര അഫോർഡബിൾ. 300 അല്ല, എനിക്ക് 260 രൂപ എനിക്ക് ആദ്യത്തെ 2 ദിവസം വന്നുള്ളൂ. പിന്നത്തെ 2 ദിവസം കൊണ്ട് എനിക്ക് ഏകദേശം 290, അതായത് 300 അടുക്കാനേ വന്നു. പക്ഷെ എന്നാൽ പോലും വളരെ കംഫർട്ടായിരുന്നു. AC ഡോർമെറ്ററി സൗകര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഇവിടെ നമ്മളെ കണ്ണൂര് താമസിച്ചപ്പോൾ എനിക്ക് 300 രൂപ ഡോർമെറ്ററിക്ക്. അത് വലിയ AC സൗകര്യമൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഫാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 300 രൂപ എനിക്ക് ഡോർമെറ്ററിക്ക്. ഇവിടെ അതിനേക്കാളും വളരെ സൗകര്യം നിങ്ങൾ തന്നെ കണ്ടായിരുന്നില്ല. പൂളടക്കമുള്ള, പൂളൊന്നും ഞാൻ കയറി കുളിച്ചൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം അത്രയും ലക്ഷറി ആയിട്ടുള്ള, മാത്രമല്ല ഒരു ഭയങ്കര ഇന്റർനാഷണൽ ഗ്രൂപ്പാണ് ഈ ഹോസ്റ്റലേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓൾ ഓവർ ഇന്ത്യ അതിന് പുറത്തുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ നമ്മൾ ഫോട്ടോസിലൊക്കെ ഉണ്ട് ഹോസ്റ്റലേഴ്സിനെ. ഞാൻ നോക്കിയപ്പോൾ ഫോട്ടോസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും നല്ല ഹൈടെക് ആയിട്ടുള്ളൊരു ഇതാണ് ഒരു ഹോസ്റ്റലേഴ്സ് എന്ന് പറയുന്നത്. ഫുഡ് കഴിക്കണം, അതാണ് ഇവിടെ ഗോവയിലെ ഏറ്റവും എക്സ്പെൻസീവാണ് ഭക്ഷണം എക്സ്പെൻസീവ് മാത്രമല്ല, ഇവിടെ പൊറോട്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു സാധനമാണ്. മൈദയിലൊരു ചപ്പാത്തി എന്തോ ഒരു സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ അത്ര വെറൈറ്റി ഫുഡൊന്നുമില്ല. മെയിനായിട്ട് ചിക്കൻ കറി, പിന്നെ വെജിറ്റബിൾ ആണെങ്കിലും കാര്യമായിട്ടൊന്നും അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നോർമൽ പ്ലെയിൻ റൈസ്, കറി ഒക്കെ കഴിക്കാം, അത്രേ ഉള്ളൂ. വേറെ നല്ല ഫുഡൊന്നും ഇല്ല. പിന്നെ താലി ഇതൊക്കെയാണ്. താലി എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ഞാൻ കഴിച്ചിട്ട് പല സമയത്തും ഛർദ്ദിച്ചിട്ടുണ്ട് അതിൻ്റെ. കാരണം കറികളൊക്കെ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. എനിക്കത് മിക്കവർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല. ഞാൻ പണ്ട് ആഗ്രഹ പോയപ്പോൾ താലി കഴിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ആവശ്യത്തിനേക്കാളും കുറവ് വെയിലേ ഉള്ളൂ. അത്ര വെയിലൊന്നുമില്ല, വലിയ ചൂടുള്ള വെയിലൊന്നുമില്ല, കാറ്റൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലാപ്പൂർ എത്തുമ്പോൾ നന്നായിട്ട് ലേറ്റ് ആവും. നമ്മൾ 8:20 കാണിക്കുന്ന മാപ്പിൽ. എന്തായാലും അത് കഴിയും. 8:20 ഒന്നും ആയിരിക്കില്ല, അതിന് മുകളിൽ പോവും. കാരണം നമ്മൾ എന്തായാലും ഇപ്പോൾ ഞാൻ പെട്രോൾ അടിക്കാൻ നിർത്തും, ഫുഡ് കഴിക്കാൻ നിർത്തും, എന്തായാലും വൈകും.
കോലാപ്പൂരിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് പൂനെ വഴി പോയി മുംബൈ കയറുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. മുംബൈ കയറാം. മുംബൈ ആണ് പിന്നത്തെ ഒരു ലൊക്കേഷൻ. മുംബൈ വളരെ പെട്ടെന്ന് തന്നെ കറങ്ങണം. ഒരു 1-2 ദിവസം കൊണ്ട് മുംബൈ ഇറങ്ങണം എനിക്ക്. പിന്നെ അവിടെ നിന്ന് നോർത്തിലേക്ക്, അതായത് പിന്നെ അങ്ങോട്ട് ഗുജറാത്തല്ല രാജസ്ഥാൻ വഴി എങ്ങോട്ടാണ് നമ്മൾ നോർത്തിലേക്ക് പോകുന്നത്. രാജസ്ഥാൻ ആ വഴിയാണ് പോകുന്നത്. സോ നമുക്ക് പതുക്കെ പോവാൻ കഴിച്ചു. അതേപോലെ ഗോവയിൽ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുവെ ഇത് കുറവാണ്. പെട്രോൾ പമ്പുകളുടെ എണ്ണം വളരെ കുറവാണ്. പല സ്ഥലത്തേക്കും പമ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവര് പല കടകളിലും മറ്റേ കുപ്പിയിലായിട്ട് 1 ലിറ്ററിന്റെ 2 ലിറ്ററിന്റെ ഒക്കെ പെട്രോൾ വെച്ചേക്കും. നമുക്ക് സാധാരണ നമ്മൾ പോയി മേടിക്കുന്ന പോലെ ഇപ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കടകളിലായിരിക്കും. അത് പല കടകളിൽ ചിലപ്പോൾ വല്ല ഗ്രോസറി സ്റ്റോറിന്റെ ഫ്രണ്ടിലൊക്കെ ആയിരിക്കും തൂക്കി വെച്ചേക്കണം പെട്രോളിൻ്റെ ഇത്. അങ്ങനെയാണ് ഇവിടെ ഞാൻ കണ്ടേക്കണം. പമ്പുകൾ വളരെ കുറവാണ് ഇവിടെ, എണ്ണത്തിൽ കുറവാണ്. മാത്രമല്ല പ്രത്യേകിച്ച് ബീച്ചിന്റെ ഒക്കെ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെയൊന്നും ഒരു പമ്പ് പോലും ഇല്ല. പിന്നെ ഓൾ ഓവർ ഗോവ എന്ന് പറഞ്ഞാൽ അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ലെന്ന്. ചെറുതാണ് ഗോവ, മൊത്തത്തിൽ ചെറുതാണ്. പക്ഷെ എന്നാലും ചെറുതാന്ന് പറഞ്ഞാൽ നമ്മളൊരു ബീച്ചിൽ നിന്ന് വേറെ ബീച്ചിലേക്ക് പോകുമ്പോൾ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ വരും, ഡിസ്റ്റൻസ് വരും. കാരണം അങ്ങനെയാണ് കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരളത്തിലേക്ക് ഓരോ ജില്ലകൾ പോലെയാണ്. ഇവിടെ അങ്ങനെ ജില്ല ആയിട്ടൊന്നും ഇല്ലല്ലോ, എല്ലാം കൂടെ ഒറ്റൊരു ഇതാണ്. കുറച്ചും ദൂരമുണ്ട്. വണ്ടി ഉഷാറുണ്ട്. വണ്ടിക്കൊരു കുഴപ്പമില്ല. ഇത്രയും ഓടിച്ച വണ്ടി വളരെ സ്മൂത്താണ്. വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക്. പിന്നെ എനിക്ക് എൻ്റെ ഒരുപാട് സാധനങ്ങൾ ഗോവയിലെത്തിയിട്ട് പോയി. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 2 വയറ് പോയി. 2 വയറെന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാമറയിൽ ക്യാമറയും മറ്റേ വോയിസിന്റെ ഇത് കണക്ട് ചെയ്യാൻ ഒരു C-to-C കേബിള്. പക്ഷെ അത് പോയെങ്കിലും എൻ്റെ വേറെ കേബിൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു കേബിൾ പോയെൻ്റെ അത് ഒരെണ്ണം മേടിക്കണം, എനിക്ക് ഇപ്പൊ തന്നെ മേടിക്കണം. അതായത് ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു കേബിൾ. അത് ഇന്നലെ പാർക്കിൽ പോയല്ലോ, മറ്റേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ പാർക്കിന്റെ, അവിടെയാണ് പോയത്. അവിടെ പോയെന്ന് പറഞ്ഞാൽ അത് ആരും മിസ്റ്റേക്ക് ഒന്നുമല്ല. ഞാൻ എൻ്റെ ഈ ക്യാമറയും മറ്റു സാധനങ്ങളൊക്കെ ഒരു പുള്ളിക്കാരിയുടെ സൂക്ഷിക്കാൻ കൊടുത്തായിരുന്നു. സൂക്ഷിക്കാൻ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ മേടിക്കാൻ എന്നിട്ട് വയറ് ഞാൻ വിട്ടുപോയി. പുള്ളിക്കാരിയാണെങ്കിൽ പോവുകയും ചെയ്തു. അവര് ബസ്സിലായിരുന്നു വന്നത്, ഞാൻ വണ്ടിയിലായിരുന്നല്ലോ. അവര് വിട്ടു പോവുകയും ചെയ്തു. അപ്പൊ അവിടെ എൻ്റെ ആ USB കോണ്ടാക്ട് എൻ്റെ കയ്യിലില്ല. അവർക്ക് ഞാൻ കൊടുത്തായിരുന്നു, അവരൊന്ന് വീഡിയോ സെൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ കോണ്ടാക്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു വയറ് മേടിക്കണം, USB വയർ മേടിക്കണം. നോർമൽ USB to C ടൈപ്പ് കേബിള് ഒന്നും മേടിക്കണം. അതില്ലാണ്ട് പറ്റത്തില്ല. ചാർജ് ഇല്ലാണ്ട് ഫോണ് സീനാവും, ഫോണ് പറ്റത്തില്ല. ഹമ്പുകളുടെ പെരുന്നാളുണ്ട് ചൂട്, ഹമ്പില്ലാണ്ടില്ല. USB കേബിൾ മേടിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മള് ഗോവയിലേക്ക് വരണ വഴി, അതായത് രാത്രി 4 മണിക്കാണ് വന്നത്. നമ്മൾ വരണ വഴിയാണോ അല്ലെങ്കിൽ ഇനി വരണ വഴിക്ക് പോയതാണോ അല്ലെങ്കിൽ അതിന് ഹോസ്റ്റലിൽ നിന്ന് പോയതാണോ ഒരു പിടുത്തമില്ല. നമ്മളെ 2 ഇത് പോയി, ടെന്റും പോയി, സ്ലീപ്പിംഗ് ബാഗും പോയി. അതെ, അത് രണ്ടും നമ്മുടെ ഇല്ല, വണ്ടിക്കകത്തും ഇല്ല. മിസ്സിംഗ് ആണത്. അത് ഞാൻ കുറെ നോക്കി, പല സ്ഥലത്ത് നോക്കി. ഹോസ്റ്റലിൽ അവിടെ ക്യാമറകളൊക്കെ നോക്കി, പക്ഷെ ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട്, രാത്രി ആയതുകൊണ്ടും അത് പോയതേ പോയി. ടെന്റും പോയി. സ്ലീപ്പിംഗ് ബാഗ് അത്യാവശ്യം വില ഉണ്ടായിരുന്നത്. ഞാൻ ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ചതാണ്. അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു സാധനത്തിന്. ടെന്റും പൈസ ഉണ്ടായിരുന്നു. ടെന്റ് പക്ഷെ ഞാൻ പിന്നെ റിവാർഡ് പോയിന്റ്, എന്നാലും അതും പേയ്മെന്റ് ഒക്കെ ഉണ്ട്. 1000 സംതിങ് ഉണ്ട് ടെന്റിന്. ഇത് മറ്റേതിന് അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു സ്ലീപ്പിംഗ് ബാഗിന്. അത് എനിക്ക് ഭയങ്കര വിഷമമായി ആ പോയതില്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനും, നമ്മൾ എവിടെ നിന്ന് നോക്കാം. വണ്ടിയിൽ നിന്ന് വിട്ടുപോയതായിരിക്കുള്ളൂ. പിന്നെ വൈകൾ നോക്കാന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ നോക്കി കണ്ടുപിടിക്കാനാണ്.
അതായത് വന്ന വഴി, അതായത് ഗോവയിലേക്ക് വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ നോക്കിയാലും. പക്ഷെ ഞാൻ അവസാനമായിട്ട് നിർത്തിയ സ്ഥലം, അതായത് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടൊരു മഡ് ഗോവ സൗത്ത് ഗോവ സ്ഥലത്ത് നിർത്തിയായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പാണ്. കാരണം നിർത്തുമ്പോൾ നമ്മൾ എന്തായാലും അല്ലാണ്ട് തന്നെ നമുക്ക് കാണുന്നുണ്ടല്ലോ ഇവിടെ. ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടണം രാത്രിയിലത്തെ കാര്യം. എന്തായാലും അത് മിസ്സിങ് ആണ്. ആ സാധനം പോയി നമ്മുടെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കുറെ നോക്കി ഹോസ്റ്റലിൽ പല ക്യാമറ വെച്ച് നോക്കി. ക്യാമറയിൽ വണ്ടി ഒന്നും കിട്ടാനുള്ള, എൻ്റെ വണ്ടി ഒന്നാമത് കിട്ടുന്നില്ല, വരണ വഴിക്കും കിട്ടുന്നില്ല. പിന്നെ എല്ലാ വഴിയും നോക്കി, പക്ഷെ സാധനം പോയി. ഭയങ്കര വിഷമപ്പെടും. നല്ല പൈസ ഉണ്ടായിരുന്നു ആ സ്ലീപ്പിംഗ് ബാഗിന്, പ്രത്യേകിച്ച് 10,000-3000 രൂപ എങ്ങാണ്ടും ഉണ്ടായിരുന്നു എൻ്റെ സ്ലീപ്പിംഗ് ബാഗിന്. അതുകൊണ്ട് ഉപയോഗം ഉണ്ടായില്ല, അത് പോവുകയും ചെയ്തു. അത്രയും രൂപ വെറുതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ പോയി. ഒന്നും അതുകൊണ്ടൊന്നും നേടിയില്ല. ഭയങ്കര വിഷമം എനിക്ക്. പിന്നെ അതേപോലെ കേബിള് പോയതും, കേബിള് ആക്ച്വലി സി ടൈപ്പ് കേബിൾ, അത് നമ്മുടെ എം ഐയുടെ പവർ ബാങ്കിന്റെ ഒപ്പം കിട്ടിയ സി ടൈപ്പ് കേബിളായിരുന്നു. ചെറിയൊരു കേബിളാണ്. അപ്പൊ ഞാൻ ഈ ക്യാമറയില്ലേ, നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് ശരിക്കും ക്യാമറയിൽ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഒരു കേബിള് നമ്മൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കേബിളും പോയി. പക്ഷെ അതിന് പകരം ഞാൻ ഇപ്പൊ ഫോണിന്റെ ചാർജിങ് കേബിൾ, അപ്പൊ ഫോണിന്റെ ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതാണ്. ഇത് മറ്റേത് ഇച്ചിരി ചെറുതായിരുന്നു. അപ്പൊ ഇത് വലുതാകുമ്പോ വലുതിന്റെ ആവശ്യമില്ലായിരിക്കും. മൈക്കായിട്ട് കണക്ട് ചെയ്യാനാണ്, ചെറിയൊരു കേബിള് മതി. പക്ഷെ അതും പോയി. ഇവിടെ എത്തിയിട്ട് കുറെ നഷ്ടങ്ങളുണ്ടായി. ഇവിടെ എത്തിയിട്ടെന്ന് പറയുന്നത് ഒന്ന് വണ്ടി ഓടിക്കുന്നതിൻ്റെയാണ്. ഞാൻ വളരെ സ്പീഡിലാണ് ഓടിച്ചത് രാത്രി ഗോവയിലേക്ക് വരണത്. കാരണം മണിക്കൂറുകളോളം എടുത്തു. നമുക്ക് അത്രയും വലിയ സ്ട്രെച്ചാണ്, നിങ്ങൾ മനസ്സിലാക്കണം. 356 സംതിങ് കിലോമീറ്റേഴ്സാണ്. അത്രയും വലിയ സ്ട്രെച്ചാണ് നമ്മൾ ഒറ്റ ഇതിൽ വണ്ടി ഓടിക്കണം. നമ്മൾ പല സ്ഥലത്തും നിർത്തി, എന്നാലും നല്ല ദൂരമുള്ള സ്ഥലങ്ങളാണെല്ലാം. ഞാനാണെങ്കിൽ അവസാന സമയത്തൊക്കെ എത്തുന്നില്ല എന്ന് പറ്റിച്ചെത്തി വണ്ടി വിടണമായിരുന്നു. അത്രയും സ്പീഡിൽ വിടണമായിരുന്നു വണ്ടി. പിന്നെ റോഡാണെങ്കിൽ അത്യാവശ്യം നല്ല റോഡായിരുന്നു. ഹൈവേസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഗോവ കയറുന്നവർക്കറിയാം, ഹൈവേ റോഡുകളെല്ലാം ഗോവ കയറുന്നത്. എന്തെങ്കിലും കഴിക്കണം, അതേപോലെ USB വയർ ഒന്നും മേടിക്കണം, അല്ലേ പറ്റൂല. ചാർജിങ്ങിൻ്റെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അവർ കട ഉണ്ട്, അങ്ങനെ നിർത്താൻ പോയി. പിന്നെ വിട്ടുപോയി. കാരണം നമ്മളിപ്പോ പോണ വഴിക്ക് കുറച്ചും കൂടി പോണെന്ന് പറയുന്ന ഒരു കാട് വഴിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ പോണ വഴിക്ക് ഒരു കടയും ഒന്നും ഉണ്ടാവില്ല. ഫുഡ് കഴിക്കണ പോലും കടകൾ കുറവായിരിക്കും, ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഒരു ചാൻസ് വെറുതെ എടുക്കാതിരിക്കണത് നല്ലത്. എന്തെങ്കിലും കഴിച്ചിട്ട് പോണെങ്കിൽ, കഴിച്ചിട്ട് അതോടെ ഈ പറഞ്ഞ സംഭവം അത് മേടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗോവയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഏതൊരു റെസ്റ്റോറൻറ്റ്, ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ബിയർ തുടങ്ങിയെല്ലാം വെച്ചിട്ടുണ്ട്. ബിയർ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. മീൻസ് ഒരു പാർട്ടി സ്പോട്ടാണല്ലോ. ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറൻറ്റ്സിലും വെച്ചിട്ടുണ്ട് ബിയർ. അതേപോലെ തന്നെ മറ്റ് ലിക്കറുകളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ബിയർ കുടിച്ചത്, ഞാൻ ഒരുപാട് ബിയർ കുടിച്ചു വിടാനായിട്ട്. അതിൽ തന്നെ എനിക്ക് നാട്ടിനേക്കാളൊക്കെ വില കുറവാണ്. ചെറിയതല്ല, വില കുറവാണ്. ഇപ്പൊ ബഡ്വൈസർ, മാഗ്നത്തിനൊക്കെ ഏകദേശം 150 രൂപ. നമ്മൾ നാട്ടിലൊക്കെ മേടിക്കുന്ന പോലത്തെ 700 രൂപയുടെ ബോട്ടിലില്ല, മറ്റേ ചില്ല് ബോട്ടില്, അതിന് ഏകദേശം 150 രൂപ മാഗ്നം. നാട്ടിൽ എത്രയാണ് ആലോചിക്കുന്നായിരുന്നു, മറന്നു. ഞാൻ സത്യം പറഞ്ഞ നാട്ടിൽ അങ്ങനെ ഞാൻ അധികം അങ്ങനെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ഇടയ്ക്ക് ബിയർ കുടിക്കും. അതും ബാറിന്നായിരിക്കും കുടിക്കുന്നത് മിക്കപ്പോഴും. അല്ലാണ്ട് ബീവറേജിന്ന് അങ്ങനെ മേടിച്ച് കൊടുക്കുന്ന ഒരു ശീലമില്ല. ബീവറേജിന്ന് കുടിക്കത്തില്ല. ഞാൻ ബാറിൽ പോവും, ഒരു ബിയർ കഴിക്കും, അത്രയ്ക്ക് തന്നെ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ബിയർ കഴിക്കും, അത്രയ്ക്ക് തന്നെ. മിക്കപ്പോഴും ബഡ്വൈസർ ആകുമ്പോൾ മേടിക്കുന്ന മാഗ്നം. പിന്നെ ഇവിടെ എന്താ പറയാ, അതേപോലെ തന്നെ ബീച്ചുകളുണ്ട്. പിന്നെ ഇന്നലെ പോയ ആക്ടിവിറ്റീസിന്റെ അത് 1500 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് കുറവിനൊക്കെ കിട്ടിയിട്ടുണ്ട് പലവർക്കും. പക്ഷെ അവരെ വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ ഒറ്റക്ക്, അതായത് ഞാൻ സിംഗിളാണ്, ഞാൻ മാത്രമേ ഉള്ളൂ.
അവരൊക്കെ രണ്ടുപേര് വെച്ചു, അപ്പൊ രണ്ടുപേരും പിന്നെയും കുറയും എമൗണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാം എനിക്ക് 1500 തന്നെ കിട്ടിയത്. ഉണ്ടായാൽ പിന്നെ അത് തന്നെ ഇതാക്കി. ഞാൻ അതിന് മുമ്പ് വേറെ 1-2 സ്ഥലത്ത് അന്വേഷിച്ചപ്പോഴും 1500 ഈ 2 റേറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ പ്രത്യേകിച്ച് അതിൽ കുറവൊന്നും എവിടെയും കിട്ടിയില്ല. ശരി, അങ്ങോട്ട് പോകുമ്പോ കടകളിലുണ്ടാവും. ഗോവ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ സിറ്റിന്. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു USB വയറ് മേടിക്കുന്നു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കടയും കാണില്ല. പിന്നെ ഇവിടുത്തെ ഷവർമ്മ ഉണ്ടല്ലോ, ഇവിടെ 80 രൂപയാണ് ഷവർമ്മക്ക് സാധാരണ റോള്. നമ്മുടെ നാട്ടിലൊക്കെ വിലയാണ്, പക്ഷെ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു ടൈപ്പ് മസാല. എല്ലായിടത്തും ഒരേ ടൈപ്പ് മസാല തന്നെയാണ്, ഒരു ടേസ്റ്റും ഇല്ല. ഷവർമ്മ എനിക്ക് ഇവിടെ ഒന്ന് കയറാം. റിയൽമി കടയിൽ പോയിട്ട് ചോദിക്കാം USB വയറോ അല്ലെങ്കിൽ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കാം. ഇവിടെ പാർക്കിംഗ് ഇവിടെ കയറിയാൽ ഇവിടെ കയറിയിട്ടുണ്ട്.